ഹലോ എവരിവൺ, ഞാൻ ശ്രുതി. ലോഗ്രാറിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കുന്നത് ഒരു 25 ഡേയ്സ് സ്റ്റഡി പ്ലാൻ ആണ് കേട്ടോ. അപ്പോൾ അസിസ്റ്റൻറ്റ് സെയിൽസ്മാൻ എക്സാം എഴുതാൻ പോകുന്നവർക്ക് വേണ്ടിയിട്ട് ഒരു റിവിഷൻ പ്ലാൻ എന്ന രീതിക്കാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. മാക്സിമം നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഈ കഴിഞ്ഞിട്ടുള്ള കുറേ അധികം ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് 10th ലെവലിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് അനലൈസ് ചെയ്തുകൊണ്ടിട്ട് അതിൽ ഏറ്റവും കൂടുതൽ റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുള്ള പോർഷൻസും ചോദിക്കാനായിട്ട് ഇനി സാധ്യതയുള്ള ടോപ്പിക്സുകളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടിട്ടാണ് സ്റ്റഡി പ്ലാൻ തയ്യാറാക്കിയിരിക്കുന്നത്. അപ്പം ഈ പറയുന്ന ടോപ്പിക്സുകൾ നിങ്ങൾ കറക്റ്റായിട്ട് തന്നെ പഠിക്കാനായിട്ട് ശ്രമിക്കാം. അപ്പോൾ ഇന്ന ദിവസം ഇന്ന ടോപ്പിക്ക് പഠിക്കണം എന്ന് നിർബന്ധമൊന്നുമില്ല. നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള രീതിക്ക് ഏത് ദിവസമാണോ ഇഷ്ടം നിങ്ങളുടേതായിട്ടുള്ള രീതിക്ക് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക കേട്ടോ. അപ്പോൾ ഏറ്റവും ലാസ്റ്റ് ടോപ്പിക്കുകളുടെ മാത്രം ലിസ്റ്റ് ഞാൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഏതാണോ ടൈം ടേബിളായിട്ട് ഫോളോ ചെയ്യണം എന്നുള്ളവർ അങ്ങനെ ഫോളോ ചെയ്യുക. ഇല്ല നിങ്ങളുടേതായിട്ടുള്ള ഇഷ്ടത്തിന് നിങ്ങൾക്ക് പഠിച്ചു പോകണമെന്നുണ്ടെങ്കിലും അങ്ങനെ ചെയ്യുക കേട്ടോ. അപ്പോൾ ഇത്രയും ടോപ്പിക്സുകളെങ്കിലും മിനിമം നിങ്ങൾ നോക്കിയിരിക്കണം. ഈ ഒരു 25 ഡേയ്സിൽ ഏറ്റവും നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നന്നായിട്ട് തന്നെ ഒരു റിസൾട്ട് നിങ്ങൾക്ക് തന്നെ കൊണ്ടുവരാനായിട്ട് സാധിക്കും. ഓഗസ്റ്റ് 2-ാം തീയതി എക്സാം എഴുതുന്നവർക്ക് ഒരു 25 ഡേ എന്നുള്ള രീതിക്കാണ് കണക്കൂട്ടിയിരിക്കുന്നത്. സെക്കൻഡ് ആയിട്ടുള്ള ഫേസിൽ എഴുതുന്നവർക്ക് കുറച്ചും കൂടെ ദിവസം കിട്ടും. അപ്പോൾ നിങ്ങൾ എന്തായാലും കറക്റ്റായിട്ട് പഠിച്ചു തുടങ്ങുക കേട്ടോ. അപ്പോൾ ജൂലൈ 7-ാം തീയതിയിലാണ് സ്റ്റഡി പ്ലാൻ സ്റ്റാർട്ട് ചെയ്യുന്ന രീതിയിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. 7 മുതൽ 31 വരെയുള്ള 25 ദിവസമാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അപ്പോൾ 2-ാം തീയതി എക്സാം എന്നുള്ള രീതിക്ക് നിങ്ങൾ ഇന്ന് കാണുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇന്ന് തന്നെ പഠിച്ചു തുടങ്ങാനായിട്ട് ശ്രമിക്കാം. അപ്പം നൈറ്റ് പഠിക്കുന്നവരുണ്ടായിരിക്കും, വെളുപ്പിന് എണീച്ച് പഠിക്കുന്നവരുണ്ടായിരിക്കും. എങ്ങനെയാണെങ്കിലും നിങ്ങളുടേതായിട്ടുള്ള സൗകര്യത്തിനനുസരിച്ച് പഠിച്ചു തുടങ്ങുക. 7-ാം തീയതി വരെ വെയിറ്റ് ചെയ്യേണ്ട യാതൊരു ആവശ്യവുമില്ല. ഇന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത്രയും ദിവസം ഒന്നും കൂടി റിവൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് സമയം കിട്ടും. ഒരു 5 ദിവസം എക്സ്ട്രാ നിങ്ങൾക്ക് കിട്ടും റിവൈസ് ചെയ്യാൻ. അപ്പോൾ അതൊക്കെ കണക്ക് കൂട്ടിക്കൊണ്ട് എന്നാണോ കാണുന്നത് അന്ന് തൊട്ട് തന്നെ എന്ത് ചെയ്യുക, പഠിച്ചു തുടങ്ങാനായിട്ട് ശ്രമിക്കുക കേട്ടോ. അപ്പോൾ മാക്സിമം ചോദിക്കാൻ സാധ്യതയുള്ള ടോപ്പിക്കുകളും ഇതുവരെ റിപ്പീറ്റ് ചെയ്തിട്ടുള്ള ടോപ്പിക്കുകളെല്ലാം ഉൾപ്പെടുത്തിയിട്ടാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. കറക്റ്റായിട്ട് ഈ ടോപ്പിക്കുകളെല്ലാം നന്നായിട്ട് തന്നെ ഫോളോ ചെയ്യാനായിട്ട് ശ്രമിക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് പോകാം. ഫസ്റ്റ് നമ്മൾ കൊടുത്തിരിക്കുന്നത് വീക്ക്ലി പ്ലാൻ ആയിട്ടാണ് നമ്മളെല്ലാം കൊടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ 4 വീക്സ് ആയിട്ടാണ് വരുന്നത്. അപ്പോൾ ജൂലൈ 7 മുതൽ 13 വരെ മൺഡേ ടു സൺഡേ എന്നുള്ള രീതിയിലാണ് കൊടുത്തിരിക്കുന്നത്. അതിൽ സൺഡേ എന്ന് പറയുന്നത് ഒരു ഓവറോൾ റിവിഷന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ നോക്കുന്നത് അത്യാവശ്യം ഒരുപാട് ടോപ്പിക്കുകളുണ്ട്. നിങ്ങളത് കണ്ട് പേടിക്കേണ്ട. നിങ്ങൾക്ക് എക്സാം എഴുതി കിട്ടണം. അപ്പം ഇത്രയും ടോപ്പിക്കുകളെങ്കിലും മിനിമം എന്ത് ചെയ്യുക, നിങ്ങൾ റിവൈസ് ചെയ്ത് പഠിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക കേട്ടോ. അപ്പം ഹിസ്റ്ററിയിൽ നിങ്ങൾ നോക്കിയിരിക്കേണ്ടത് കേരളത്തിലെ സാമൂഹ്യ മത പ്രസ്ഥാനങ്ങൾ, കേരളത്തിലെ ദേശീയ പ്രസ്ഥാനങ്ങൾ, ഐക്യ കേരളം എന്നീ 3 ടോപ്പിക്കുകൾ. 10th ലെവലിൽ നമുക്ക് ഐക്യ കേരളം എന്ന് പറയുന്ന ടോപ്പിക്കിൽ നിന്ന് ഒരുപാട് ക്വസ്റ്റ്യൻസ് കാണാറില്ല. പക്ഷേ നമുക്ക് എന്താണ് ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് അവിടെ നിന്ന് ചോദിക്കാറുണ്ട്. ആദ്യത്തെ സമ്മേളനം, അതിൻ്റെ അധ്യക്ഷൻ, അതുപോലെ കേരളത്തിന്റെ പ്രാധാന്യം, ഇതിനെയൊക്കെ പറ്റിയിട്ട് നിങ്ങൾ എന്തായാലും ഒരു ചെറുതായിട്ട് ഐക്യ കേരളവുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഏറ്റവും ബേസ് പോയിന്റ്സുകൾ നിങ്ങൾ മനസ്സിലാക്കിയിരിക്കാനായിട്ട് ശ്രമിക്കുക. അതൊന്ന് റിവൈസ് ചെയ്ത് വെച്ചിരിക്കുക. അതുപോലെ തന്നെ ബാക്കി കേരളത്തെ പറ്റി നോക്കുമ്പോൾ കേരളത്തിലെ ബാക്കി പ്രക്ഷോഭങ്ങളെല്ലാം തന്നെ ഇമ്പോർട്ടൻ്റ് ആണ്. പഴശ്ശിരാജയുടെ പ്രക്ഷോഭം മുതൽ പാലിയ സത്യാഗ്രഹം, വിമോചന സമരം എന്നിവയെല്ലാം എന്ത് ചെയ്യണം, ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് കംപ്ലീറ്റ് ആയിട്ട് പഠിച്ചു വെച്ചിരിക്കുക കേട്ടോ. എന്നാണ് നടന്നതെന്നുള്ളതും അതുപോലെ ആരൊക്കെയാണ് ലീഡേഴ്സ് എന്നുള്ളതും എവിടെയാണ് നടന്നതെന്നുള്ളതൊക്കെ പഠിച്ചു വെക്കാനായിട്ട് ശ്രമിക്കുക. കൂടുതലായിട്ടും ചോദിക്കുന്നത് ഓരോ ഈവൻസിന്റെയും എന്താണ് എപ്പോൾ നടന്നു എന്നുള്ള രീതിയിൽ അതിന് ഓർഡർ കറക്റ്റായിട്ടുള്ള ക്രോണോളജിക്കൽ ഓർഡറിൽ എഴുതാനാണ് നമുക്ക് കൂടുതലും ചോദിക്കാറുള്ളത്. പക്ഷേ ചിലപ്പോൾ ഗുരുവായൂർ സത്യാഗ്രഹം അതിനെ പറ്റിയുള്ള ഡീറ്റെയിൽസും ചോദിച്ച് കാണാറുണ്ട്. അപ്പോൾ അങ്ങനെ കുറച്ച് അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ ആ ഒരു ടോപ്പിക്കുകൾ നോക്കി പഠിക്കാനായിട്ട് ശ്രമിക്കാം. നമുക്ക് ആ ഒരു പോർഷനിൽ നിന്ന് ഒരു 2-3 മാർക്ക് വരെ സ്കോർ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ കറക്റ്റായിട്ട് അത്രയും പോർഷൻസ് പഠിച്ചു വെച്ചിരിക്കുക കേട്ടോ ഹിസ്റ്ററിയിൽ നിന്ന്. ഇനി ജോഗ്രഫിയിൽ നിന്നാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് വീക്ക് പഠിക്കേണ്ടത് ശിലകൾ മെയിനായിട്ടും എക്സാമ്പിൾസ് ആണ് പഠിച്ചു വെച്ചിരിക്കേണ്ടത്. അതുപോലെ ഭൂമിയുടെ ഘടന, അന്തരീക്ഷം ഏറ്റവും ചെറിയ ടോപ്പിക്കുകളാണ്. നമുക്ക് 1 മാർക്ക് ഷുവറായിട്ടും സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു മേഖലയും കൂടിയാണ് കേട്ടോ. സിമ്പിളായിട്ട് പഠിച്ച് നമുക്ക് 1 മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് സാധിക്കും. എക്കണോമിക്സ് എന്നാണെങ്കിൽ 1991 നവസാമ്പത്തിക പരിഷ്കരണങ്ങളാണ് നമ്മൾ ആദ്യം നോക്കുന്നത്. അതുപോലെ ഹരിത വിപ്ലവം, രണ്ടും ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ്. നമുക്ക് ക്വസ്റ്റ്യൻ ഷുവറായിട്ടും കിട്ടുമെന്ന് പ്രതീക്ഷിക്കാവുന്ന ടോപ്പിക്സുകളാണ് രണ്ടും. അതിൽ ആഗോളവൽക്കരണമാണ് ഇപ്പം റീസെൻ്റ് ആയിട്ട് ഒരുപാട് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ കണ്ടുവരുന്നത്. ബാക്കിയുള്ളതും എല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. നന്നായിട്ട് തന്നെ പഠിച്ചു വെച്ചിരിക്കാനായിട്ട് ശ്രമിക്കുക കേട്ടോ. ഈ കോൺസ്റ്റിറ്റ്യൂഷനിൽ മസ്റ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് ഇത് ലിസ്റ്റിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ ഇല്ലാത്തൊരു ക്വസ്റ്റ്യൻ പേപ്പർ ഇല്ല ഇപ്പം തന്നെ. അതുകൊണ്ട് ലിസ്റ്റ് നന്നായിട്ട് തന്നെ പഠിച്ചു വെച്ചിരിക്കാനായിട്ട് ശ്രമിക്കാം. കൂടുതലും ലിസ്റ്റ് പഠിച്ചിട്ട് മനസ്സിലാവുന്നില്ല അല്ലെങ്കിൽ നിങ്ങൾക്ക് അത് ഓർമ്മ കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ മിനിമം പഴയ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എങ്കിലും വെച്ചിട്ട് അതിൽ ചോദിച്ചുള്ള ക്വസ്റ്റ്യൻസ് എങ്കിലും മിനിമം പഠിച്ചു വെച്ചിരിക്കാനായിട്ട് ശ്രമിക്കുക കേട്ടോ. അതൊക്കെ തന്നെ വീണ്ടും റിപ്പീറ്റ് ചെയ്ത് തന്നെ ചോദിക്കാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് നന്നായിട്ട് തന്നെ ലിസ്റ്റ് പഠിക്കാനായിട്ട് ശ്രമിക്കാം. പിന്നെ ഉള്ളത് മൗലിക കടമകളാണ്. ഏറ്റവും ചുരുങ്ങിയ സമയത്തിൽ പഠിച്ചു തീർക്കാവുന്ന ഒരു ടോപ്പിക്കാണ്. നമുക്ക് അതിൽ നിന്നൊരു ക്വസ്റ്റ്യനും കിട്ടാനുള്ള സാധ്യത കൂടുതലാണ്. അതുപോലെ ഭരണഘടനാ ഭേദഗതികൾ, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭേദഗതികൾ പഠിക്കുക. 42, 44, 52, 91 അങ്ങനെ വരുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് പഠിച്ചു വെച്ചിരിക്കുക. അതുപോലെ റീസെൻ്റ് ആയിട്ടുള്ള ഭേദഗതികളും കൂടെ പഠിച്ചു വെച്ചിരിക്കുക. 100-ന് ശേഷം വരുന്ന എല്ലാം തന്നെ എന്ത് ചെയ്യുക, നോക്കി വെച്ചിരിക്കുക. നമുക്ക് അതിൽ നിന്നുമുള്ള ക്വസ്റ്റ്യൻസ് എല്ലാം തന്നെ വരാറുണ്ട്.
നെക്സ്റ്റ് വൺ ആണ് ഇമ്പോർട്ടൻ്റ് ആക്ട്. ഇമ്പോർട്ടൻ്റ് ആക്ടിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് 5 ആക്ടുകളാണ് ചോദിക്കാറുള്ളത്. അത് ഓരോന്നായിട്ട് പഠിച്ചു വെച്ചിരിക്കണം. ഈ ആഴ്ചയിൽ പഠിക്കാനുള്ളത് വിവരാവകാശ സംരക്ഷണ നിയമമാണ്. അതിൻ്റെ കൂടെ തന്നെ മുതിർന്ന പൗരന്മാരുടെ സംരക്ഷണ നിയമവും കൂടി ഒന്ന് നിങ്ങൾ നോക്കി വെച്ചിരിക്കാം. നെക്സ്റ്റ് വൺ സിവിക്സ് ആണ്. സിവിക്സിൽ നിന്നും നോക്കിയിരിക്കേണ്ടത് വിവിധ കമ്മീഷനുകളാണ് കേട്ടോ. വിവിധ കമ്മീഷനുകൾ നന്നായിട്ട് തന്നെ പഠിച്ചു വെച്ചിരിക്കാനായിട്ട് ശ്രമിക്കുക. നമുക്ക് കോൺസ്റ്റിറ്റ്യൂഷൻ, ഇമ്പോർട്ടൻ്റ് ആക്ട്സ്, സിവിക്സ് ഈ മൂന്നിൽ നിന്നും വിവിധ കമ്മീഷനുകളിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് വരാം. അപ്പോൾ 2 കൂടുതൽ ക്വസ്റ്റ്യൻസ് നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ഒരു മേഖലയാണ് ഇത് വിവിധ കമ്മീഷനുകൾ എന്ന് പറയുന്നത്. അപ്പം അതിൽ ഇലക്ഷൻ കമ്മീഷൻ ആവാം, ധനകാര്യ കമ്മീഷൻ ആവാം, മനുഷ്യാവകാശ കമ്മീഷൻ വരാം. അങ്ങനെ എല്ലാ തരത്തിലുള്ള കമ്മീഷനുകളെ പറ്റിയിട്ടും പഠിച്ചു വെച്ചിരിക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോയിന്റ് ചെയ്തത് ആരാണ്, മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആണ്, എന്നാണ് രൂപീകരിച്ചത് എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. അങ്ങനെയുള്ള ബേസിക് കാര്യങ്ങളെല്ലാം സ്റ്റാറ്റിക് ആയിട്ടുള്ള GK കംപ്ലീറ്റ് ആയിട്ട് പഠിച്ചു വെച്ചിരിക്കുക. പ്രസിഡന്റ് ചെയർമാനെ കൂടി നോക്കി വെച്ചിരിക്കുക കേട്ടോ. അപ്പോൾ കോറം എത്രയാണെന്നുള്ളതും ഒക്കെ കാര്യങ്ങളെല്ലാം നന്നായിട്ട് തന്നെ കമ്മീഷനെ കുറിച്ചിട്ട് പഠിക്കാനായിട്ട് ശ്രമിക്കുക. ഇനി സയൻസിലേക്ക് പോകുമ്പോഴത്തേക്കും നമുക്ക് ഷുവർ മാർക്കായിട്ട് കിട്ടാവുന്ന ഒരു മേഖലയാണ്, ഷുവറായിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഇത്, രോഗങ്ങളും രോഗകാരികളും. അത് കറണ്ട് അഫേഴ്സ് റിലീസ്ഡ് ആയിട്ട് നിങ്ങളിപ്പോൾ ഏതെങ്കിലുമൊക്കെ രോഗം ഉണ്ടെങ്കിൽ അതിൻ്റെ രോഗകാര്യം കറക്റ്റായിട്ട് തന്നെ പഠിച്ചു വെച്ചിരിക്കാനായിട്ട് ശ്രമിക്കാം. അതുപോലെ തന്നെ നമുക്ക് സാധാരണ ബാക്ടീരിയൽ, ഫംഗസ്, വൈറസ് രോഗങ്ങളെല്ലാം നന്നായിട്ട് തന്നെ പഠിച്ചു വെച്ചിരിക്കാനായിട്ട് ശ്രമിക്കാം. പിന്നെയുള്ളതാണ് വിറ്റാമിനുകളും അതിൻ്റെ അപര്യാപ്തത രോഗങ്ങളും. വിറ്റാമിനുകളെ പറ്റിയിട്ട് നന്നായിട്ട് തന്നെ പഠിച്ചു വെച്ചിരിക്കുക. അതിൽ നിന്നും സിമ്പിളായിട്ട് നമുക്ക് ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാനായിട്ട് സാധിക്കും. നെക്സ്റ്റ് വൺ ആണ് ഫിസിക്സ്. ഫിസിക്സിൽ നോക്കേണ്ടത് ഭൂഗുരുത്വ ത്വരണം ആണ് നോക്കേണ്ടത്, ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. അപ്പോൾ അതിന് ചെറിയ പ്രോബ്ലംസ് ചിലപ്പോഴൊക്കെ ചോദിക്കാറുണ്ട്. ചിലപ്പോൾ അല്ലാതെ സിമ്പിൾ ആയിട്ടുള്ളത് നമ്മൾ എവിടെയാണ് കൂടുതൽ എവിടെയാണ് കുറവ് എന്നുള്ള രീതിക്ക് ചോദിക്കാറുണ്ട്. ധ്രുവപ്രദേശത്തിൽ കൂടുതലും അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് ചോദിക്കാറുണ്ട്. അപ്പോൾ അത് നന്നായിട്ട് തന്നെ നോക്കി വെക്കാനായിട്ട് ശ്രമിക്കും. വളരെ സിമ്പിൾ ടോപ്പിക്കുകളാണ് കേട്ടോ ഇതൊക്കെ. ഇനി കെമിസ്ട്രി എന്ന് വേണമെങ്കിൽ പീരിയോഡിക് ടേബിളാണ്. അത്യാവശ്യം കുറച്ച് പഠിക്കാനുള്ള പോർഷനാണ്, എന്നാൽ നന്നായിട്ട് തന്നെ പഠിച്ചു വെച്ചിരിക്കുക. നമുക്ക് പീരിയോഡിക് ടേബിളിൽ നിന്നുള്ള ഒരു ക്വസ്റ്റ്യൻ മിക്കപ്പോഴും കാണാറുണ്ട്. ചിലപ്പോൾ ഏതെങ്കിലുമൊക്കെ മൂലകത്തിനെ പറ്റിയിട്ടായിരിക്കും ചോദിക്കുന്നത്, അല്ലെങ്കിൽ ആ ഒരു പീരിയോഡിക് ടേബിളിന്റെ കണ്ടുപിടുത്തങ്ങളുമായിട്ട് ബന്ധപ്പെട്ടുള്ള ക്വസ്റ്റ്യൻ ആയിരിക്കും ചോദിക്കുക. അങ്ങനെ എങ്ങനെയെങ്കിലുമൊക്കെ രീതിയിലൊക്കെ നമുക്ക് പീരിയോഡിക് ടേബിളിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ എന്തായാലും കാണാം. നെക്സ്റ്റ് വൺ IT ആണ്. IT നമ്മൾ നോക്കേണ്ടത് നെറ്റ്വർക്കാണ്. ലാൻഡ്, മാൻ, വാൻ എന്നുള്ള രീതിയിലുള്ള നോക്കുക. അതുപോലെ തന്നെ ഹബ്ബ്, സ്വിച്ച് ആ പറയുന്ന നെറ്റ്വർക്കുകളെ പറ്റിയിട്ടും കാര്യമായിട്ട് നോക്കുക കേട്ടോ. അതിൽ നമുക്കൊരു ക്വസ്റ്റ്യൻ കിട്ടാനുള്ളതാണ്. അതുപോലെ ആർട്സ്, സ്പോർട്സ്, ലിറ്ററേച്ചർ, കൾച്ചർ എന്നീ മേഖലകളിൽ നിന്ന് നിങ്ങൾ ഈ ആഴ്ച പഠിക്കേണ്ടത് സിനിമ, അതുപോലെ തന്നെ പത്രം. ഇതിന്റെ ബേസിക് ഫാക്ട്സുകൾ ഉണ്ടല്ലോ. പത്രമാണെന്നുണ്ടെങ്കിൽ ആരാണ് കേരള പത്രപ്രവർത്തകന്റെ പിതാവ് എന്നറിയപ്പെടുന്നത്, ആദ്യത്തെ പത്രം ഏതാണ്, എവിടെ നിന്നാണ് അത് ആരംഭിച്ചത്, എന്നാണ് ആരംഭിച്ചത്, അങ്ങനെയുള്ള ബേസിക് ഫാക്ട്സുകൾ നന്നായിട്ട് തന്നെ പഠിക്കാനായിട്ട് ശ്രമിക്കാം. നമുക്ക് സ്റ്റേറ്റ്മെന്റ് വൈസ് ക്വസ്റ്റ്യൻസ് വരുമ്പോഴത്തേക്ക് അത്തരം ക്വസ്റ്റ്യൻസുകളാണ് ചോദിക്കാറുള്ളത്. അതുപോലെ തന്നെയാണ് സിനിമയെ പറ്റിയിട്ടും, ആദ്യത്തെ സിനിമ ഏതാണ്, ആദ്യത്തെ ശബ്ദചിത്രം ഏതാണ്, സിനിമയ്ക്ക് ലഭിച്ചിട്ടുള്ള അവാർഡുകൾ, ആദ്യമായിട്ട് ദേശീയ അവാർഡ് ലഭിച്ച സിനിമ ഏതാണ്, അതിന്റെ ഏത് സംവിധായകനാണ് ലഭിച്ചത്, ഏത് നടനാണ് ലഭിച്ചത്. ഇപ്പം നമ്മൾ കറണ്ട് അഫേഴ്സ് റിലേറ്റഡ് ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഷാജി എൻ കരുണിനെ പറ്റിയുള്ള ക്വസ്റ്റ്യൻ ചോദിക്കാനുള്ള സാധ്യതയും വളരെയധികം കൂടുതലാണ്. അപ്പം അതൊക്കെ ഓർത്ത് വെച്ചിരിക്കാം. നമുക്ക് ആ ദേശീയ അവാർഡുകൾ നന്നായിട്ട് തന്നെ പഠിച്ചു വെച്ചിരിക്കാനായിട്ട് നോക്കുക കേട്ടോ. നെക്സ്റ്റ് വൺ കറണ്ട് അഫേഴ്സ് ആണ്. നമ്മൾ കറണ്ട് അഫേഴ്സ് ഈ കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒക്കെ നോക്കുമ്പോഴത്തേക്കും ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കറണ്ട് അഫേഴ്സ് വരെയാണ് നമുക്ക് ചോദിച്ചു നിർത്തിയിട്ടുള്ളത്. അപ്പോൾ ക്വസ്റ്റ്യൻ നമ്മുടെ എക്സാം ഡേറ്റിന് വളരെ അടുത്ത് വരെയുള്ള കറണ്ട് അഫേഴ്സ് നമ്മൾ ചോദിക്കുന്നുണ്ട്. അതുകൊണ്ട് ഈ ഓഗസ്റ്റിൽ നടക്കുന്ന പരീക്ഷയ്ക്ക് മിനിമം നിങ്ങൾ എന്ത് ചെയ്യുക, ജൂണിൽ വരെയുള്ള കറണ്ട് അഫേഴ്സ് എങ്കിലും പഠിച്ചിരിക്കാനായിട്ട് ശ്രമിക്കുക കേട്ടോ. അപ്പം ഈ ഒരു വീക്കിൽ നമ്മൾ 3 മാസത്തെ കറണ്ട് അഫേഴ്സ് ആണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. ഏപ്രിൽ, മെയ്, ജൂൺ എന്നീ വരുന്ന 3 മാസം. അപ്പോൾ നിങ്ങൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ടായിരിക്കാം, നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള നോട്ടുകൾ ഉണ്ടായിരിക്കാം. അപ്പോൾ അത് വെച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, റിവൈസ് ചെയ്യാം. ഇനി ഇതുവരെ ഒന്നും പഠിച്ചിട്ടില്ല കറണ്ട് അഫേഴ്സ് എന്നുള്ളവരാണെന്നുണ്ടെങ്കിൽ മിനിമം നിങ്ങൾ PSC ബുള്ളറ്റിനുള്ള കറണ്ട് അഫേഴ്സ് എങ്ങനെ നോക്കിയിരിക്കാനായിട്ട് ശ്രമിക്കുക കേട്ടോ. PSC ബുള്ളറ്റിനിൽ നിന്നും നമുക്ക് ഒരുപാട് ക്വസ്റ്റ്യൻസ് കിട്ടാറുണ്ട്. PSC ബുള്ളറ്റിന് തന്നിരിക്കുന്ന ആ പോയിന്റിനെ നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് ഇലാബറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആൻസേഴ്സിൽ എത്താൻ പറ്റുന്ന രീതിക്ക് നമുക്ക് കറണ്ട് അഫേഴ്സ് കിട്ടുക തന്നെ ചെയ്യും. അപ്പം മിനിമം വേറെ ഒരു സോഴ്സ് നിങ്ങൾ നോക്കുന്നില്ല എന്നുണ്ടെങ്കിൽ മിനിമം PSC ബുള്ളറ്റിനുള്ള കറണ്ട് അഫേഴ്സ് എങ്കിലും നിങ്ങൾ നോക്കി പഠിക്കാനായിട്ട് ശ്രമിക്കുക കേട്ടോ. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് MEM, മാത്സ്, ഇംഗ്ലീഷ്, മലയാളം. 3ഉം വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് ഓരോരോ ടോപ്പിക് വൈസ് പഠിക്കാൻ വേണ്ടിയിട്ടുള്ള സമയം നമുക്ക് ഇനിയില്ല. ജസ്റ്റ് 25 ദിവസത്തെ ടൈം ടേബിളാണ്. അപ്പം ഓരോ ദിവസവും നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു ക്വസ്റ്റ്യൻ പേപ്പർ റെഫർ ചെയ്യുക എന്നാണ് ഞാൻ പറയുന്നത്. 25 ദിവസം ആകുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് 25 ക്വസ്റ്റ്യൻ പേപ്പർ എങ്കിലും മിനിമം നിങ്ങൾ കംപ്ലീറ്റ് ചെയ്തിരിക്കും. അപ്പം നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള സമയം വെച്ചിട്ട് നിങ്ങൾ ഒന്നിന് പകരം 2 ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്യാൻ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ 2 എണ്ണം ചെയ്യാം. അപ്പോൾ സമയം ഉള്ളവർ അങ്ങനെ ചെയ്യുക. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഒരു 50 ക്വസ്റ്റ്യനോളം നമ്മൾ കവറായിപ്പോൾ അത് നിങ്ങൾക്ക് എന്ത് ചെയ്യുക, ഒരു കോൺഫിഡൻസ് ബൂസ്റ്റ് ചെയ്യാനായിട്ട് നിങ്ങൾ വളരെയധികം സഹായിക്കും കേട്ടോ. അപ്പോൾ എക്സാം ഹോളിൽ ഇരിക്കുമ്പോഴത്തേക്ക് നമുക്ക് റിപ്പീറ്റഡ് ആയിട്ടുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസ് കാണും. അപ്പോൾ നമ്മളത് ചെയ്ത് നോക്കിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ആൻസറിലേക്ക് എത്താനായിട്ട് സാധിക്കും. അപ്പോൾ മെയിൻലി മലയാളം, ഇംഗ്ലീഷ്, മാത്സ്. എന്നിട്ട് നിങ്ങൾക്ക് തെറ്റിപ്പോയിട്ടുള്ള പോർഷൻസ് നിങ്ങൾ പഠിക്കാനായിട്ട് ശ്രമിക്കുക. അതിൽ ഇംഗ്ലീഷിലൊക്കെ ഗ്രാമേഴ്സിൽ എന്തെങ്കിലും മിസ്റ്റേക്കുകൾ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ചെയ്തപ്പോൾ വന്നു എന്നുണ്ടെങ്കിൽ ആ ഒരു ഗ്രാമർ പോർഷൻ നിങ്ങൾക്ക് തിരുത്താനായിട്ട് നിങ്ങൾക്ക് നന്നായിട്ട് തന്നെ പഠിച്ചേ പറ്റുള്ളൂ. അപ്പോൾ അത് പഠിച്ചു കഴിഞ്ഞാൽ ആ ഒരു പോർഷൻ പിന്നെ അതിൽ നിന്ന് തെറ്റില്ല, പിന്നെ നിങ്ങൾക്ക് ആ ഒരു മാർക്ക് ഷുവറാണ്.
അപ്പം അങ്ങനെ തന്നെ എന്ത് ചെയ്യുക, പഠിക്കുക. മാത്സും ഇംഗ്ലീഷും മലയാളവും തെറ്റിയതൊക്കെ നന്നായിട്ട് തന്നെ പഠിക്കുക. നിങ്ങൾക്ക് എളുപ്പമായിട്ട് തോന്നിയത് അതുപോലെ തന്നെ പോവുക. പിന്നെ സംശയം തോന്നി നിങ്ങൾ എന്നാലും ശരിയാക്കി എന്നുള്ള പോർഷൻസ് ഒന്ന് ജസ്റ്റ് ഒന്ന് വായിച്ചു വിടുക. അങ്ങനെയാകുമ്പോൾ നമുക്ക് ആ ഒരു പോർഷൻ മൊത്തത്തിൽ കംപ്ലീറ്റ്ലി നമ്മുടെ കയ്യിൽ തന്നെ ഇരിക്കും. 30 മാർക്കാണ്. 30 മാർക്ക് നിങ്ങളുടെ റാങ്ക് ലിസ്റ്റിൽ നിങ്ങളെ ഒരുപാട് ഉയരത്തിലേക്ക് കൊണ്ടുപോകാനായിട്ട് സാധിക്കുന്ന ഒരു പോർഷനാണ് മാത്സും ഇംഗ്ലീഷും മലയാളവും. കറക്റ്റായിട്ട് തന്നെ പഠിച്ചു പോവുക. ഡെയിലി ഒരു ക്വസ്റ്റ്യൻ പേപ്പർ വെച്ച് തന്നെ ചെയ്തു പോകാനായിട്ട് ശ്രമിക്കുക കേട്ടോ. അപ്പോൾ ഫസ്റ്റ് വീക്ക് എന്ന് പറയുന്നത് ഇത്രയും പോർഷൻസ് ആണ് ഇതിനകത്തുള്ളത്. അപ്പം കറക്റ്റായിട്ട് നിങ്ങളുടേതായിട്ടുള്ള സമയപരിധിയിൽ നിങ്ങളുടേതായിട്ടുള്ള സമയത്തിനനുസരിച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ടോപ്പിക്സുകളെല്ലാം തീർക്കാനായിട്ട് ശ്രമിക്കുക. വേറെ സമയമൊന്നുമില്ല എടുത്ത് മാറ്റി വെച്ച് പിന്നീട് പഠിക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ എക്സാമിന് മുമ്പുള്ള റിവിഷനാണ്. അപ്പം മാക്സിമം ഈ ഒരാഴ്ചയിലെ കാര്യം ഈ ഒരാഴ്ചയിൽ തന്നെ തീർക്കാനായിട്ട് ശ്രമിക്കുക. കൂടുതൽ സമയം പഠിത്തത്തിലേക്ക് മാറ്റി വെക്കാനായിട്ട് നോക്കുക കേട്ടോ. നെക്സ്റ്റ് വീക്ക് എന്ന് പറയുന്നത് ജൂലൈ 14 മുതൽ 20 വരെയാണ്. അതിൽ ജൂലൈ 20 എന്ന് പറയുന്ന സൺഡേ റിവിഷൻ ഡേ ആണ്. ബാക്കിയുള്ള ദിവസങ്ങളിൽ നിങ്ങൾ ഹിസ്റ്ററിയിൽ നോക്കേണ്ടത് വിപ്ലവങ്ങളാണ്. വിപ്ലവങ്ങളിൽ നിങ്ങൾ നോക്കേണ്ടത് ഫ്രഞ്ച് റവല്യൂഷൻ, റഷ്യൻ റവല്യൂഷൻ, ആ പറയുന്ന എല്ലാ റവല്യൂഷനും നോക്കണം. എല്ലാത്തിനും ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. ഏറ്റവും കൂടുതൽ വിപ്ലവം എന്ന് പറഞ്ഞ് എടുത്ത് ചോദിക്കുന്നതിൽ ഫ്രഞ്ച് റവല്യൂഷനാണ് കൂടുതലും ചോദിക്കാറ്. അതിനുശേഷം ചൈനീസ് റവല്യൂഷനിൽ നിന്ന് ഒരുപാട് ക്വസ്റ്റ്യൻസ് കണ്ടുവരുന്നുണ്ട്. അമേരിക്കൻ റവല്യൂഷനിൽ നിന്നുണ്ട്, ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവം, അത് കഴിഞ്ഞ് റഷ്യൻ റവല്യൂഷൻ. നമുക്ക് മാത്സ് ഫോളോയിങ് ആയിട്ട് ചോദിക്കുമ്പോൾ ഇവരിൽ നിന്ന് എല്ലാത്തിനും എന്ത് ചെയ്യാറുണ്ട്, ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. അപ്പം വേൾഡ് ഹിസ്റ്ററിയുമായിട്ട് റിലേറ്റ് ചെയ്ത ആ ഒരു വിപ്ലവം എന്ന് പറയുന്ന ടോപ്പിക്ക് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ SCRT ബേസ് ചെയ്ത് മാത്രം തന്നെ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എക്സാം ഹാളിൽ നിന്ന് അറ്റൻഡ് ചെയ്യാനായിട്ട് സാധിക്കും കേട്ടോ. ഇനി രണ്ടാമതുള്ളത് രണ്ടാം ലോക മഹായുദ്ധമാണ്. കാരണം SCRTയിൽ കൊടുത്തിട്ടുണ്ടായിരുന്ന രണ്ടാം ലോക മഹായുദ്ധമാണ്. അപ്പോൾ അത് റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് കൂടുതലും വരുന്നത്. അപ്പോൾ ആ കാര്യങ്ങൾ നോക്കി വയ്ക്കുക. ഹിറ്റ്ലറിനെ പറ്റിയിട്ട് നോക്കി വെച്ചിരിക്കുക. അതുപോലെ തന്നെ ഇപ്പം റീസെൻ്റ് ആയിട്ട് ചോദിച്ചാൽ പാൻസ്ലാവ് പ്രസ്ഥാനത്തെ പറ്റിയിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതെല്ലാം നമുക്ക് SCRT ഫാക്സിൽ നിന്ന് കിട്ടുന്നതാണ്. അപ്പോൾ അത് നന്നായിട്ട് പഠിച്ചു വെച്ചിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ യുഎൻഒയുടെ ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. നമുക്ക് ഈസിലി ആൻസർ എഴുതാനായിട്ട് പറ്റുന്നതാണ്. ഇനി എന്നാലും ബേസിക് ഫാക്ട്സ് എന്തെങ്കിലും ഇനി ചോദിച്ചു കഴിഞ്ഞാൽ അത് എഴുതാനായിട്ട് നിങ്ങൾ സജ്ജരായിരിക്കണം. കാരണം അപ്പം കറക്റ്റായിട്ട് യുഎൻഒയുടെ ഫോർമേഷനും അതിനെ പറ്റിയുള്ള കാര്യങ്ങളെല്ലാം പഠിച്ചു വെച്ചിരിക്കുക കേട്ടോ. പിന്നെ അതുപോലെ മുന്നേ ആണെങ്കിൽ കുറച്ച് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിന് കുറച്ച് മുന്നേ വരുമ്പോഴത്തേക്ക് നാറ്റോ ഒരു സ്ഥിരം ക്വസ്റ്റ്യൻ ആയിരുന്നു. അപ്പം നാറ്റോയെ പറ്റിയിട്ടുള്ള ബേസിക് കാര്യങ്ങൾ എന്നാണ് ഫോം ചെയ്തത്, ആസ്ഥാനം എവിടെയാണ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കി വെക്കാനായിട്ട് ശ്രമിക്കുക കേട്ടോ. ഇനി പിന്നെ ഉള്ളത് ഇന്ത്യൻ ഹിസ്റ്ററിയിൽ നിന്ന് 1857 വിപ്ലവവുമായിട്ട് ബന്ധപ്പെട്ട സ്ഥലവും അതുപോലെ തന്നെ നേതാക്കളും, ആ ഒരു ക്വസ്റ്റ്യൻ നോക്കി വെച്ചിരിക്കുക കേട്ടോ. ഒരുപാട് വിപ്ലവത്തെ പറ്റിയിട്ട് കാട് കയറി പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഈ ഒരു ക്വസ്റ്റ്യൻ ആണ് ഇപ്പോൾ റീസെൻ്റായിട്ട് ഒരുപാട് പേപ്പറിൽ കണ്ടുവരുന്നത്. അപ്പം ആ ഒരു പോർഷൻ നന്നായിട്ട് പഠിച്ചു വെച്ചിരിക്കുക. അതുപോലെ തന്നെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1858 അതിനെ പറ്റിയിട്ടുള്ള ഡീറ്റെയിൽസ് ഒന്ന് നോക്കി വെച്ചിരിക്കുക കേട്ടോ. ഇനി സംഘടനകളും സ്ഥാപകരുമാണ് ഇന്ത്യൻ ഹിസ്റ്ററിയുമായിട്ട് റിലേറ്റ് ചെയ്ത് പറയാനുള്ളത്. ഗദ്ദാർ പാർട്ടി, ഹോം റൂൾ പ്രസ്ഥാനം, ഇതിന്റെയൊക്കെ ആരാണ് സ്ഥാപിച്ചത്, അതിനെ പറ്റിയിട്ടുള്ള ഡീറ്റെയിൽസ് ആണ് നമ്മൾ പഠിച്ചു വെച്ചിരിക്കേണ്ടത് കേട്ടോ. അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് മാത്സ് ദ ഫോളോയിങ് ആയിട്ടും ഇന്ത്യൻ റിപ്പബ്ലിക്കൻ ആർമി ആരാണ് സ്ഥാപിച്ചത്, അങ്ങനെയൊക്കെയുള്ള ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. അപ്പോൾ അത് നന്നായിട്ട് തന്നെ പഠിച്ചു വെച്ചിരിക്കുക. നമുക്ക് അവിടെ നിന്നൊരു മാർക്ക് എന്തായാലും കിട്ടും. പിന്നെ ഉള്ളത് ജോഗ്രഫിയിൽ നിന്ന് മേഘം എന്ന് പറയുന്ന ടോപ്പിക്ക് ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടു കഴിഞ്ഞാൽ പിന്നെ കുറച്ച് ദിവസം കാണില്ല, അടുത്തൊരു ക്വസ്റ്റ്യൻ പേപ്പറിൽ വരും. പിന്നെയും കുറച്ച് 2-3 ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണില്ല, പിന്നെ വീണ്ടും ഒരു ക്വസ്റ്റ്യൻ പേപ്പറിലേക്ക് വരും. അങ്ങനെ മേഘം ചോദിച്ചു വരുന്നുണ്ട്. അപ്പം ബേസിക് ആയിട്ടുള്ളത് പഠിച്ചു വെച്ചിരിക്കുക. എന്തൊക്കെയാണ് എന്നുള്ളത്, ടൈപ്പുകൾ ഏതൊക്കെയാണെന്നുള്ളതും അതിന്റെ പെക്യുലാരിറ്റി എന്താണെന്നുള്ളതും മാത്രം പഠിച്ചു വെച്ചിരുന്നാൽ മതി. പിന്നെ അടുത്തതാണ് മാപ്പിനെ പറ്റിയുള്ള ക്വസ്റ്റ്യൻ റിപ്പീറ്റഡ് ആയിട്ട് കണ്ടുവരുന്നുണ്ട്. അതുകൊണ്ട് മാപ്പിൽ നിന്നുള്ള പോർഷൻ ക്വസ്റ്റ്യൻ നന്നായിട്ട് തന്നെ പഠിച്ചു വെച്ചിരിക്കുക കേട്ടോ. ഇനി തീരസമതലമാണ്. 10th ലെവൽ എക്സാമുകൾക്ക് തീരസമതലത്തിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് മിക്കവാറും കാണാറുണ്ട്. അപ്പോൾ തീരസമതലം നന്നായിട്ട് തന്നെ പഠിക്കുക. SCRT ഫാക്ട്സ് തന്നെയാണ് ഏറ്റവും നല്ലത്. അതിൽ നിന്ന് തന്നെയുള്ള ക്വസ്റ്റ്യൻസ് തന്നെയാണ് ചോദിക്കാറുള്ളത്. ജലപ്രവാഹങ്ങളാണ് കേട്ടോ. പിന്നുള്ളത് ജലപ്രവാഹങ്ങളാണ്. അത് നിങ്ങൾ SCRT വെച്ചിട്ട് പഠിക്കാനായിരിക്കും. ഏതൊക്കെ പസഫിക് ഓഷ്യനിൽ ഏതാണ്, അറ്റ്ലാന്റിക്കിൽ ഏതാണ് എന്നുള്ള രീതിയിൽ പഠിച്ചു വെച്ചിരിക്കാനായിട്ട് ശ്രമിച്ചാൽ മതി. അതുപോലെ വാമാണോ കോൾഡ് ആണോ എന്നുള്ള കാര്യങ്ങളും കൂടി ഒന്ന് നോക്കി വെച്ചിരിക്കുക കേട്ടോ. എക്സാം ഓറിയന്റഡ് മാത്രം പഠിക്കാനായിട്ട് ശ്രമിക്കുക. കൂടുതൽ നമുക്ക് GK നോളജ് ഉണ്ടാക്കുക എന്നുള്ള രീതിക്കല്ല, നമുക്ക് പരീക്ഷ വരുമ്പോഴത്തേക്ക് അതിൽ ആൻസർ എഴുതാൻ പറ്റണം. ആ ഒരു രീതിയിൽ പഠിക്കാനായിട്ട് ശ്രമിക്കുക കേട്ടോ. നെക്സ്റ്റ് എക്കണോമിക്സ് ആണ്. എക്കണോമിക്സിൽ നിങ്ങൾ പഠിച്ചിരിക്കേണ്ടത് വാണിജ്യ ബാങ്കുകൾ, RBI, അതുപോലെ ദേശസാൽക്കരണം, ഇതിനെ പറ്റിയിട്ടുള്ള ആ ബാങ്കിങ് മേഖലയുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് നമുക്ക് ചോദിക്കാറുണ്ട്. ഇതിലെല്ലാം ഫംഗ്ഷൻസ് എന്താണ്, RBIയുടെ ഫംഗ്ഷൻ എന്താണ്, അല്ലെങ്കിൽ വാണിജ്യ ബാങ്കുകളുടെ ഫംഗ്ഷൻ എന്താണ് എന്നുള്ള രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും കൂടുതലും ചോദിക്കാറുള്ളത്. അപ്പോൾ കറക്റ്റായിട്ട് അങ്ങനെ പഠിച്ചു വെച്ചിരിക്കുക. അതുപോലെ ദേശസാൽക്കരണത്തെ പറ്റിയിട്ടും കൂടി ഒന്ന് നോക്കി വെച്ചിരിക്കുക കേട്ടോ ഫാക്റ്റുകൾ. ഇനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്നാണെന്നുണ്ടെങ്കിൽ DPSP, നിർദ്ദേശക തത്വങ്ങൾ, മൗലിക അവകാശങ്ങൾ, അതുപോലെ ആർട്ടിക്കിൾസ് എന്ന് പറയുന്നത് മെയിൻലി ഇവ ചോദിക്കുന്നത് ഫണ്ടമെന്റൽ റൈറ്റ്സുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ആർട്ടിക്കിൾസ് ആണ്. മാത്സ് ദ ഫോളോയിങ് ആയിട്ടൊക്കെ ചോദിക്കാറുണ്ട്. അതുപോലെ തന്നെ ബാക്കിയുള്ള കോൺസ്റ്റിറ്റ്യൂഷൻ റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യത്തിന്റെ എല്ലാ ആർട്ടിക്കിൾസുകൾ പഠിച്ചു വെച്ചിരിക്കുക. ഇലക്ഷൻ കമ്മീഷനെ പറ്റിയിട്ട്, ഫിനാൻസ് കമ്മീഷനെ പറ്റിയിട്ടുള്ള ആർട്ടിക്കിൾസുകൾ, SSC ST ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ആർട്ടിക്കിൾസ്, അതുപോലെ തന്നെ നമ്മുടെ വൈസ് പ്രസിഡന്റ് റിലേറ്റ് ചെയ്തിട്ടുള്ള ആർട്ടിക്കിൾസ്, അങ്ങനത്തെയൊക്കെ കാര്യങ്ങളുടെയൊക്കെ ആർട്ടിക്കിളുകൾ ഒന്ന് നോക്കി വെച്ചിരിക്കുന്നത് നല്ലതായിരിക്കും. ക്വസ്റ്റ്യൻ ചിലപ്പോൾ നമുക്ക് ചോദിക്കാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ നിർദ്ദേശക തത്വങ്ങളുമായിട്ട് ബന്ധപ്പെട്ട നിർദ്ദേശക തത്വങ്ങളുടെ എല്ലാത്തിൻ്റെയും ആർട്ടിക്കിൾ നന്നായിട്ട് തന്നെ പഠിച്ചു വെച്ചിരിക്കുക. നമുക്ക് ചോദിക്കും. ആർട്ടിക്കിൾ 40
ഒക്കെ റിപ്പീറ്റഡ് ആയിട്ട് ഇപ്പോൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നതാണ്. നെക്സ്റ്റ് ഇമ്പോർട്ടന്റ് ആക്ട്സിൽ മനുഷ്യാവകാശ സംരക്ഷണ നിയമം, അതുപോലെ SC/ST അട്രോസിറ്റി നിയമം, പൗരാവകാശ സംരക്ഷണ നിയമം. SC/ST അട്രോസിറ്റി പൗരാവകാശമൊക്കെ അതിന്റെ വർഷവും എന്നാണ് നിലവിൽ വന്നതെന്നുള്ളത് എന്തിനു വേണ്ടിയിട്ടാണ് എന്നുള്ള രീതിക്കൊക്കെ പഠിച്ചു വെച്ചിരുന്നാൽ മതി. മനുഷ്യാവകാശ സംരക്ഷണ നിയമം കുറച്ച് ഡീപ്പായിട്ട് തന്നെ പഠിച്ചു വെച്ചിരിക്കാനായിട്ട് ശ്രമിക്കാം. ഇനി സിവിക്സിൽ നിന്നാണെങ്കിൽ ഭൂപരിഷ്കരണമാണ് കൊടുത്തിരിക്കുന്നത്. ഭൂപരിഷ്കരണം എന്നുള്ള ക്വസ്റ്റ്യൻസ് റിപ്പീറ്റഡ് ആയിട്ട് വരുന്നുണ്ട് സിവിക്സിൽ നിന്ന്. നെക്സ്റ്റ് ലൈഫ് സയൻസിൽ നിന്നാണെങ്കിൽ പദ്ധതികളാണ്. കേരളത്തിലെ പദ്ധതികൾ നന്നായിട്ട് തന്നെ പഠിച്ചു വെച്ചിരിക്കുക കേട്ടോ. കറക്റ്റായിട്ട് അതിൽ നിന്ന് നമുക്കൊരു ക്വസ്റ്റ്യൻ 1-2 ക്വസ്റ്റ്യൻസ് കിട്ടാനുള്ള സാധ്യതയുണ്ട്. അപ്പം നന്നായിട്ട് പദ്ധതികൾ പഠിക്കാനായിട്ട് ശ്രമിക്കാം. നെക്സ്റ്റ് ഫിസിക്സിൽ നിന്ന് ചലനമാണ്. ചലനം എന്താണ് നേർരേഖ ചലനം, വർത്തുള ചലനം, അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. അപ്പം അത് പഠിക്കുക. അതുപോലെ തന്നെ നിയമങ്ങൾ, ഈ പാസ്കൽ ലോ, ആർക്കിമിഡീസ് ലോ, അങ്ങനത്തെയൊക്കെ ലോസിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങളൊന്നും നോക്കി വെച്ചിരിക്കുക. ആ ടൈപ്പ് ക്വസ്റ്റ്യൻസ് നമുക്ക് വരാറുണ്ട്. കെമിസ്ട്രിയിൽ നിന്നാണെങ്കിൽ ഗ്യാസ് ലോസ് ആണ് നമ്മൾ നോക്കേണ്ടത്. ഗ്യാസ് ലോസ് ഇമ്പോർട്ടൻ്റ് ആണ്. ബോയിൽസ്, ചാൾസ്, അവഗാട്രോ, അതുപോലെ ഗെയ്ലുസാക്ക്, ഈ പറയുന്ന ലോസിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ഉറപ്പായിട്ടും ഉണ്ടായിരിക്കും. അതുകൊണ്ട് നന്നായിട്ട് തന്നെ പഠിക്കുക. റീസെന്റ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിലെല്ലാം ഈ പറയുന്ന ഗ്യാസ് ലോ എന്നൊരു ക്വസ്റ്റ്യൻ ഉണ്ട് കേട്ടോ. നെക്സ്റ്റ് വൺ IT ആണ്. IT-യിൽ സൈബർ ക്രൈംസും അതുപോലെ തന്നെ IT ആക്ട് 2000 ആണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ സൈബർ ക്രൈംസും ഫിഷിംഗ് ആണ് ഏറ്റവും കൂടുതൽ ചോദിക്കാറുള്ളത്. അല്ലാതെയുള്ള ക്വസ്റ്റ്യൻസ് വന്ന് കാണുന്നുണ്ട്. അതുപോലെ തന്നെ IT ആക്ട് റിലേറ്റ് ചെയ്തുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ IT ആക്ടുമായിട്ട് ബന്ധപ്പെട്ടതും പഠിക്കുക കേട്ടോ നന്നായിട്ട് തന്നെ. അതൊക്കെ നിങ്ങൾ ഓൾറെഡി പഠിച്ചു കാണും. നിങ്ങളൊന്ന് എന്ത് ചെയ്യുക, റിവൈസ് ചെയ്യുക കേട്ടോ. നെക്സ്റ്റ് വൺ ആർട്സ് ആൻഡ് സ്പോർട്സ്. ആ ഒരു മേഖലയിൽ നിന്നും ഒളിമ്പിക്സ് ആണ്. ഒളിമ്പിക്സിന് സ്റ്റാറ്റിക് ഡേറ്റ ഇന്ത്യയുമായിട്ട് റിലേറ്റ് ചെയ്തതും അതുപോലെ തന്നെ കേരളവുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള സ്റ്റാറ്റിക് ഡേറ്റ കറക്റ്റായിട്ട് പഠിക്കുക. റീസെന്റ് ഒളിമ്പിക്സിനെ പറ്റിയിട്ട് പഠിക്കുക. അതുപോലെ തന്നെ ഇനി വരാൻ പോകുന്ന ഒളിമ്പിക്സുകളുടെ വേദികളെ പറ്റിയിട്ടെല്ലാം നോക്കി വെച്ചിരിക്കുക. നമുക്ക് നന്നായിട്ടൊരു ഒളിമ്പിക്സിൽ നിന്നൊരു ക്വസ്റ്റ്യൻ കിട്ടാൻ സാധ്യത കൂടുതലാണ്. നെക്സ്റ്റ് വൺ അവാർഡാണ്. സ്പോർട്സ് അവാർഡ്സുകളും അതുപോലെ തന്നെ സാഹിത്യ അവാർഡുകളും ഇമ്പോർട്ടൻ്റ് ആണ്. രണ്ടും പഠിച്ചു വെച്ചിരിക്കുക കേട്ടോ. അർജുന അവാർഡ്, ഖേൽരത്ന അവാർഡ്, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം നോക്കി വെച്ചിരിക്കുക. നെക്സ്റ്റ് വരുന്നത് കറണ്ട് അഫേഴ്സിൽ 2025 ജനുവരി, ഫെബ്രുവരി, മാർച്ച് അതോട് കൂടിയിട്ട് 2025 കറണ്ട് അഫേഴ്സ് നമ്മൾ 2 വീക്സ് കൊണ്ടിട്ടാണ് തീർക്കുന്നത്. മിനിമം ബുള്ളറ്റിൻ വായിക്കാനായിട്ട് ശ്രമിക്കുക കേട്ടോ. ഡെയിലി ഓരോ ക്വസ്റ്റ്യൻ പേപ്പർ മാത്സ്, ഇംഗ്ലീഷ്, മലയാളത്തിന് വേണ്ടിയിട്ട് ചെയ്യുക. അപ്പോൾ ഇത്രയുമാണ് ഈ ഒരു സെക്കൻഡ് വീക്കിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കുകളാണ് ഈ പറഞ്ഞു പോകുന്നത് കേട്ടോ. നെക്സ്റ്റ് വൺ 21 തൊട്ട് 27 വരെ തേർഡ് വീക്കാണ് വരുന്നത്. അതിൽ നമ്മൾ നോക്കേണ്ടത് ഹിസ്റ്ററിയിലാണെങ്കിൽ ഇന്ത്യയിലെ നവോത്ഥാന നായകരാണ്. മെയിനായിട്ട് നോക്കുമ്പോൾ രാജാറാം മോഹൻ റോയ്, ദാദാഭായ് നവറോജി, ദയാനന്ദ സരസ്വതി, ഇങ്ങനെയൊക്കെയുള്ളവരുടെ ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. അപ്പം അതൊക്കെ ഒന്ന് നോക്കി വെച്ചിരിക്കുക. അത്രയും മാത്രം മതി. അല്ലാതെ ഒരുപാട് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാനായിട്ട് പോകേണ്ട ആവശ്യമില്ല കേട്ടോ. പിന്നെ ഉള്ളത് ഗാന്ധിജിയാണ്. ഗാന്ധിജിയായിട്ട് റിലേറ്റ് ചെയ്തിട്ട് ഗാന്ധിജിയുടെ സമരങ്ങളാണ് നമ്മൾ നോക്കിപ്പോകുന്നത്. ചമ്പാരൻ തൊട്ട് ഇങ്ങോട്ട് ഗാന്ധിജി പങ്കെടുത്തിട്ടുള്ള എല്ലാ സമരങ്ങളെ പറ്റിയിട്ടും ഗാന്ധിജിയായിട്ട് റിലേറ്റഡ് ഉള്ള കാര്യങ്ങളെല്ലാം തന്നെ നോക്കി വെച്ചിരിക്കാം. അതിൽ നിന്നും ഒരു ക്വസ്റ്റ്യൻ നമുക്ക് ഉറപ്പായിട്ടും ചോദിക്കും. പിന്നെ INC ആണ്. INC-യിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നോക്കി വെക്കേണ്ടത്. ഇപ്പം എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ ക്വിറ്റ് ഇന്ത്യ സമരത്തിന്റെ പ്രമേയം പാസ്സാക്കിയ INC സമ്മേളനം ഏതാണ്, അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. അതുപോലെ അധ്യക്ഷൻ മലയാളിയായിട്ടുള്ള INC സമ്മേളനം ഏതാണ്, ആ സമ്മേളനം എന്നാണ് നടന്നത്, എവിടെയാണ് നടന്നത്, ആരാണ് അതിന്റെ അധ്യക്ഷൻ, അങ്ങനെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റെലവെന്റ് ആയിട്ടുള്ള INC സമ്മേളനങ്ങൾ മാത്രം പഠിച്ചാൽ മതി. എല്ലാ സമ്മേളനങ്ങളും നമ്മൾ പഠിക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ നോക്കുമ്പോൾ നമുക്കൊരു 10-12 സമ്മേളനങ്ങൾ മാത്രം ഒന്ന് നോക്കി വെച്ചിരുന്നാൽ മതി കേട്ടോ. ആദ്യം നടന്നതൊക്കെ ഒന്ന് നോക്കി വെച്ചിരിക്കുക. ആദ്യത്തെ 1, 2, 3 ഒക്കെ കറക്റ്റ് ഓർഡറിലൊക്കെ എഴുതാൻ വേണ്ടിയിട്ടൊക്കെ ചോദിച്ചിട്ടുണ്ട് പ്രീവിയസ് ആയിട്ട്. നെക്സ്റ്റ് വൺ ജോഗ്രഫിയിലാണെങ്കിൽ നദി എന്ന് പറഞ്ഞ് സിമ്പിളായിട്ട് നമ്മൾ എഴുതി. പക്ഷെ നദിയിൽ നിന്ന് അത്യാവശ്യം പഠിക്കാനുണ്ട്. നദിയിൽ കേരളത്തെ പറ്റി നോക്കുമ്പോഴത്തേക്ക് കേരളത്തിലെ നദികൾ നോക്കുക, അതിന്റെ ഉത്ഭവസ്ഥാനം, അതിന്റെ പതനം, അതുപോലെ തന്നെ പോഷക നദികൾ ഏതൊക്കെയാണ്, അതിന്റെ നീളം എങ്ങനെയാണ്, വലുപ്പത്തിൽ എങ്ങനെയാണെന്നുള്ളതും കൂടെ നോക്കി വെക്കുക. ഇനി ഇന്ത്യ വെച്ച് നോക്കുമ്പോഴത്തേക്ക് നമ്മൾ SCRT വെച്ചിട്ട് തന്നെ പോകുന്നതായിരിക്കും കുറച്ചുകൂടി ഈസി നമുക്ക് പഠിക്കാനായിട്ട്. ട്രിബ്യൂട്ടറീസ് ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ അതിൽ നോക്കിയിരിക്കേണ്ട ഒരു കാര്യമാണ് ഡാംസ്, അതുപോലെ നദീതട പദ്ധതികൾ. അത് ഏത് നദിയിലാണ് വരുന്നത് എന്നുള്ളത് കറക്റ്റായിട്ട് പഠിച്ചു വെച്ചിരിക്കുക. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് നമുക്ക് PSC റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കാറുണ്ട്. അത് നന്നായിട്ട് തന്നെ പഠിച്ചു വെച്ചിരിക്കുക കേട്ടോ. ഇനി കാറ്റ് എപ്പോഴും ചോദിക്കുന്ന ഒരു മേഖലയാണ്. ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് കൂടുതലും ഈ ലൂ, അതുപോലെ മാംഗോ ഷവർ, അതിങ്ങനെ മാറിയും തിരിഞ്ഞൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ബാക്കിയുള്ള ക്വസ്റ്റ്യൻസും ഒക്കെ നമുക്ക് ഇനി ചോദിക്കാനുള്ളതുകൊണ്ട് കാറ്റ് നന്നായിട്ട് തന്നെ പഠിച്ചു വെച്ചിരിക്കാനായിട്ട് ശ്രമിക്കാം. നെക്സ്റ്റ് വൺ മർദ്ദമേഖലയാണ്. മർദ്ദമേഖലയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. അതിൽ ഹോഴ്സ് ലാറ്റിറ്റ്യൂഡ് ഏത് മർദ്ദമേഖലയിലാണ് വരുന്നതെന്നൊക്കെ ചോദിക്കുമ്പോൾ നമ്മൾ കറക്റ്റായിട്ട് തന്നെ എഴുതണം. അപ്പോൾ സിമ്പിളായിട്ട് പഠിച്ചു വെച്ചിരിക്കുക. ഒരുപാട് ഡീപ്പായിട്ട് പഠിക്കാതെ ഏറ്റവും ബേസ് ആയിട്ട് നിന്ന് തന്നെ പഠിച്ചു വെക്കാനായിട്ട് ശ്രമിക്കുക കേട്ടോ. നെക്സ്റ്റ് വൺ എക്കണോമിക്സ് ആണ്. എക്കണോമിക്സിൽ നോക്കേണ്ടത് പ്ലാനിംഗ് കമ്മീഷൻ, പഞ്ചവത്സര പദ്ധതികൾ, നീതി ആയോഗ്. ഒരൊറ്റ സ്ട്രെച്ചിൽ നമുക്ക് പറഞ്ഞു പോകാവുന്ന സാധനങ്ങളാണ്. അപ്പം കറക്റ്റായിട്ട് പഠിച്ചു വെച്ചിരിക്കുക. അതിൽ നിന്നും ഒരു ക്വസ്റ്റ്യൻ എന്തായാലും 1-2 ക്വസ്റ്റ്യൻസ് നമുക്ക് കിട്ടുന്ന മേഖലയാണ് എക്കണോമിക്സിൽ. നെക്സ്റ്റ് കോൺസ്റ്റിറ്റ്യൂഷനിൽ ഭരണഘടനാ നിർമ്മാണ സമിതി എപ്പോഴും റിപ്പീറ്റഡ് ആയിട്ട് ഇപ്പോൾ കണ്ടുകൊണ്ടുപോയി ഇരിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. നിർമ്മാണ സമിതിയിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ കടമെടുത്തവ, ഇന്ത്യ ഭരണഘടന ഒരുപാട് കടമെടുത്തിട്ടുണ്ട്. അത് ഏതൊക്കെയാണെന്നുള്ളതൊന്ന് നോക്കി വെച്ചിരിക്കുക. അതിൽ നിന്നും ഒരു ക്വസ്റ്റ്യൻ കിട്ടാം.
ഇമ്പോർട്ടന്റ് ആക്ട്സിൽ ഉപഭോക്തൃ സംരക്ഷണ നിയമം റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ വരുന്ന മേഖലയാണ്. ഗാർഹിക പീഡന നിരോധന നിയമം റിപ്പീറ്റഡ് ആണ്. രണ്ട് നന്നായിട്ട് തന്നെ പഠിച്ചു വെച്ചിരിക്കാനായിട്ട് ശ്രമിക്കുക. സിവിക്സിൽ നിന്നും തൊഴിലുറപ്പ് പദ്ധതിയുമായിട്ട് റിലേറ്റ് ചെയ്ത ക്വസ്റ്റ്യൻസ് ആണ് റിപ്പീറ്റഡ് ആയിട്ട് വരുന്നത്. അതുപോലെ ദുരന്ത നിവാരണവും തണ്ണീർത്തട സംരക്ഷണവുമായിട്ട് ബന്ധപ്പെട്ട ഏറ്റവും ബേസിക് ഫാക്ട്സുകളാണ് ഇപ്പോൾ ചോദിച്ചു കാണാറുള്ളത്. ദുരന്ത നിവാരണവുമായിട്ട് ബന്ധപ്പെട്ട ചെയർമാൻ, വൈസ് ചെയർമാൻ ആരാണ് എന്നൊക്കെയുള്ള രീതിയിലുള്ള ക്വസ്റ്റ്യൻസും അതുപോലെ തണ്ണീർത്തടവുമായിട്ട് ബന്ധപ്പെട്ട ആക്ടുകൾ വന്നത് എന്നാണെന്നുള്ള രീതിക്കുള്ള ക്വസ്റ്റ്യൻസുമാണ് കാണാറുള്ളത്. അപ്പം അങ്ങനെയൊക്കെ രീതിയിൽ പഠിച്ചു വെച്ചിരിക്കാനായിട്ട് ശ്രമിക്കുക. ലൈഫ് സയൻസ് SCRT ആണ് ഇനി പറയുന്നത്. കാരണം ഈ പറയുന്ന വിറ്റാമിൻസ് അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ നോക്കുമ്പോൾ SCRT എന്നുള്ള ക്വസ്റ്റ്യൻസ് ആണ് ബാക്കി എല്ലാം ചോദിച്ചിരിക്കുന്നത്. നമുക്ക് തലച്ചോറ് ചോദിക്കാറുണ്ട്, രക്തം ചോദിക്കാറുണ്ട്, ഹൃദയം ചോദിക്കാറുണ്ട്, ലങ്സ് ചോദിക്കാറുണ്ട്, ഹോർമോൺസിനെ പറ്റിയിട്ട് ചോദിക്കാറുണ്ട്, ഈ എല്ലാ കാര്യങ്ങളും ചോദിക്കാറുണ്ട്. പക്ഷെ ഇതെല്ലാം നമുക്ക് SCRT പഠിച്ചു കഴിഞ്ഞാൽ എഴുതാനായിട്ട് സിമ്പിളായിട്ട് പറ്റുന്ന പോയിന്റ്സുകളാണ് ചോദിക്കുന്നത്. അപ്പം മാക്സിമം സയൻസിന് വേണ്ടിയിട്ട് SCRT മാത്രം പിന്നെ അങ്ങോട്ട് ഈ ഒരു ആഴ്ചയിൽ നോക്കുക എന്നായിരിക്കും ഏറ്റവും നല്ലത് കേട്ടോ. ഫിസിക്സ് ദർപ്പണങ്ങളും ലെൻസുമാണ്. അതിൽ ഏറ്റവും കൂടുതൽ ചോദിക്കുന്നത് ദർപ്പണങ്ങളാണ്. മിനിമം നിങ്ങൾക്ക് ഒരുപാട് പഠിക്കാൻ വയ്യാന്നുണ്ടെങ്കിൽ പ്രീവിയസ് ഇയർ ചോദിച്ച ക്വസ്റ്റ്യൻസ് മാത്രം ഒന്ന് വർക്കൗട്ട് ചെയ്തെങ്കിലും പഠിക്കാനായിട്ട് ശ്രമിക്കുക. ദർപ്പണത്തിൽ നിന്ന് ചോദിക്കാനുള്ള സാധ്യത കൂടുതലാണ്. കെമിസ്ട്രി PH ആണ്. PH നിന്ന് ക്വസ്റ്റ്യൻസ് വരാൻ സാധ്യതയുണ്ട്. അതുപോലെ അയിരുകളും ധാതുക്കളിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസും വരാൻ സാധ്യതയുണ്ട്. നെക്സ്റ്റ് IT-യിൽ നിന്ന് ഇത്ര എഴുതിയേക്കുന്നേ ഉള്ളൂ. ജസ്റ്റ് HTML ഒന്ന് നോക്കി വെച്ചിരിക്കുക. HTML നിന്ന് ക്വസ്റ്റ്യൻസ് വരാം. അതുപോലെ സെർച്ച് എഞ്ചിൻ, വെബ് ബ്രൗസർ ഇതിൻ്റെയൊക്കെ എക്സാമ്പിൾസ് പഠിച്ചു വെച്ചിരിക്കുക കേട്ടോ. എക്സാമ്പിൾസ് മാത്രം എന്താണെന്ന് അറിഞ്ഞിരുന്നാൽ മതി. നമുക്ക് കൂട്ടത്തിൽപ്പെടാത്തത് ഏത് എന്നൊക്കെ രീതിക്കുള്ള ചോദ്യങ്ങളായിരിക്കും അവിടെ വരുന്നത്. അതുപോലെ തന്നെയാണ് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ, ഓപ്പറേറ്റിംഗ് സിസ്റ്റം, അതുപോലെ നമ്മുടെ യൂട്ടിലിറ്റി സോഫ്റ്റ്വെയർ, ഇതൊക്കെ അതിൻ്റെയൊക്കെ എക്സാമ്പിൾസ് പഠിച്ചു വെച്ചിരിക്കുക. ഇപ്പോൾ ആൻറ്റിവൈറസ് സോഫ്റ്റ്വെയർ എന്തിൻ്റെ എക്സാമ്പിളാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എഴുതാനായിട്ട് പറ്റണം. അപ്പം അങ്ങനെ രീതിയിൽ മാത്രം പഠിച്ചു വെച്ചിരുന്നാൽ മതി. അത് ഏറ്റവും സിമ്പിളാണ്. ഒരു 10-15 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പഠിച്ചു തീർക്കാനായിട്ട് സാധിക്കും. നെക്സ്റ്റ് ആർട്സ് സ്പോർട്സിനകത്ത് സാംസ്കാരിക സ്ഥാപനങ്ങൾ, കേരള സംഗീത നാടക അക്കാദമി എന്നാണ് സ്ഥാപിതമായത്, എവിടെയാണ് സ്ഥാപിതമായത്, ചെയർമാൻ ആരാണ്, അങ്ങനെയുള്ള ഡീറ്റെയിൽസ് സ്റ്റാറ്റിക് ആയിട്ടുള്ള കാര്യങ്ങൾ പഠിച്ചു വെച്ചിരിക്കാനായിട്ട് ശ്രമിക്കുക. അതുപോലെ ജ്ഞാനപീഠം നേടിയ മലയാളികൾ, 6 മലയാളികളെ പറ്റിയിട്ടുള്ള കാര്യങ്ങൾ നോക്കുക. ആർക്കൊക്കെ എന്തൊക്കെയാണ് കിട്ടിയത്, അതുപോലെ തന്നെ അവർക്ക് പിന്നീട് കിട്ടിയ പുരസ്കാരങ്ങൾ അല്ലെങ്കിൽ മറ്റു പുരസ്കാരങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളൊന്നും നോക്കി വെച്ചിരിക്കുക. ചുരുക്കി തന്നെ പഠിക്കാനായിട്ട് ശ്രമിക്കുക കേട്ടോ. ഇനി നെക്സ്റ്റ് വൺ കഥാപാത്രവും കൃതികളുമാണ്. അതിൽ ഒരുപാട് ഡീപ്പായിട്ട് പഠിക്കാൻ പോകണം. നിങ്ങൾ റിപ്പീറ്റഡ് ആയിട്ട് PSC ചോദിച്ചിട്ടുള്ള കുറേ അധികം കഥാപാത്രങ്ങളും കൃതികളും ഉണ്ട്. ആ ടൈപ്പ് ക്വസ്റ്റ്യൻസുകളെല്ലാം നിങ്ങൾ എന്ത് ചെയ്യുക, പ്രാക്ടീസ് ചെയ്ത് പഠിച്ചു വെച്ചിരിക്കാനായിട്ട് ശ്രമിക്കുക. കാരണം അതെല്ലാം എല്ലാവരും എഴുതും. അപ്പോൾ നമുക്കൊരു മാർക്ക് അവിടെ എന്ത് ചെയ്യരുത്, നഷ്ടമായി പോകരുത്. അങ്ങനെ പഠിച്ചു വെച്ചിരിക്കുക. പുതിയത് പഠിക്കാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ പഠിക്കാമെന്നേ പറയുന്നുള്ളൂ. അല്ലാതെ ഒരുപാട് പുതിയ കാര്യങ്ങൾ പഠിക്കാതിരിക്കുക കേട്ടോ. നെക്സ്റ്റ് വൺ വ്യക്തികളും ഇനങ്ങളുമാണ്. വ്യക്തികളും ഇനങ്ങളിലും പഠിക്കേണ്ടത് കറണ്ട് റിലേറ്റഡ് ആയിട്ടാണ് മാത്രമാണ്. ഇപ്പം റീസെൻ്റ്ലി മരണപ്പെട്ടവർ കാണും. അപ്പം അവരുടെ സ്പോർട്സ് ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടാണെങ്കിൽ അവർ ഏത് കായിക ഇനമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു എന്നുള്ളത് പഠിച്ചു വെച്ചിരിക്കുക. അപ്പം അങ്ങനെയാണ് PSC ചോദിക്കാറുള്ളത്. റീസെൻ്റ് ആയിട്ട് നമ്മൾ വാർത്തയിൽ കണ്ടിട്ടുള്ള അപ്പം അവാർഡ് കിട്ടിയിട്ടുള്ളവരായിരിക്കാം അല്ലെങ്കിൽ മരണപ്പെട്ടിട്ടുള്ളവരായിരിക്കും. അങ്ങനെ ആ ഒരു രീതിയിൽ കറണ്ട് അഫേഴ്സ് റിലേറ്റ് ചെയ്ത് വ്യക്തികളും അവരുടെ ഇനങ്ങളും പഠിച്ചു വെച്ചിരിക്കാനായിട്ട് ശ്രമിക്കാം. നെക്സ്റ്റ് കറണ്ട് അഫേഴ്സ് 2024 കറണ്ട് അഫേഴ്സ് നിങ്ങൾ പഠിക്കുക. നിങ്ങളുടേതായിട്ടുള്ള നോട്ട് ഉണ്ടെങ്കിൽ അതൊന്ന് റിവൈസ് ചെയ്ത് വെച്ച് പോവുക. അല്ലാന്നുണ്ടെങ്കിൽ ബുള്ളറ്റിൻ്റെ കറണ്ട് അഫേഴ്സ് എങ്കിലും നോക്കി പോകാനായിട്ട് ശ്രമിക്കുക കേട്ടോ. കമ്പൈൽഡ് വേർഷൻ ഒക്കെ വെച്ചിട്ട് നോക്കിയാലും മതിയായിരിക്കും. നെക്സ്റ്റ് മാത്സും ഇംഗ്ലീഷും മലയാളവും പറയുന്നില്ല. ഡെയിലി നിങ്ങൾ എന്ത് ചെയ്യുക, ചെയ്ത് നോക്കുക. ലാസ്റ്റ് വീക്കാണ്, 4 ഡേയ്സേ ഉള്ളൂ ലാസ്റ്റ് വീക്കിൽ എന്ന് പറയുമ്പോഴത്തേക്കും. അവിടെ ഹിസ്റ്ററി വരുന്നത് കേരളത്തിലെ നവോത്ഥാന നായകരാണ്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നവോത്ഥാന നായകരെ പറ്റിയിട്ട് പഠിച്ചു വെച്ചിരിക്കുക. മെയിൻലി അവരുടെ നമുക്ക് മെയിൻസിന് വരുമ്പോഴത്തേക്ക് അവരുടെ ഓരോരോ സംഘടനകളാണ് ചോദിക്കുന്നത്. ഇപ്പം ഈ പറയുന്ന ആത്മവിദ്യാ സംഘം സ്ഥാപിച്ചത് ആരാണ് എന്നുള്ള രീതിയിലായിരിക്കും ക്വസ്റ്റ്യൻ വരിക. ചിലപ്പം നവോത്ഥാന നായകരെ കുറിച്ചുള്ള ഡീറ്റെയിൽസിലും ക്വസ്റ്റ്യൻ വരാം. എപ്പോഴും കണ്ടുവരുന്ന നവോത്ഥാന നായകർ എന്ന് പറയുന്നത് വാഗ്ഭടാനന്ദൻ, വക്കം അബ്ദുൽ ഖാദർ മൗലവി, അതുപോലെ ചാവറയച്ചൻ, വൈകുണ്ഠ സ്വാമികൾ, ചട്ടമ്പി സ്വാമികൾ, അയ്യങ്കാളി, ശ്രീനാരായണ ഗുരു, പിന്നെ പറയാനാണെങ്കിൽ സഹോദരൻ അയ്യപ്പൻ, VT ഭട്ടതിരിപ്പാട്, ഇവരുടെയൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് റിപ്പീറ്റഡ്ലി അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയും തിരിഞ്ഞൊക്കെ ചോദിക്കാറ്. അപ്പോൾ ഈ പറയുന്ന അവരെക്കുറിച്ച് നന്നായിട്ട് തന്നെ എന്ത് ചെയ്യുക, പഠിച്ചു വെച്ചിരിക്കാനായിട്ട് ശ്രമിക്കുക കേട്ടോ. പിന്നെ മാർത്താണ്ഡവർമ്മ എന്ന് കൊടുത്തിരിക്കുന്നതേ ഉള്ളൂ. തിരുവിതാംകൂറിന്റെ ചരിത്രമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ഇവന്റ്സുകൾ നന്നായിട്ട് പഠിച്ചു വെച്ചിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ മാർത്താണ്ഡവർമ്മയുടെ കാലത്താണ് എന്ത് നടന്നത്, തൃപ്പടി ദാനം നടന്നത്. അപ്പോൾ തൃപ്പടി ദാനം എന്നാണ് നടന്നത്, ആരുടെ കാലഘട്ടത്തിലാണ് നടന്നത്. അടിമത്തം നിരോധിച്ചത് എന്നാണ്, ആരുടെ കാലഘട്ടത്തിലാണ്. അതുപോലെ പണ്ടാരപ്പാട്ട വിളംബരം വന്നത് എന്നാണ്, ആരുടെ കാലഘട്ടത്തിലാണ്. അപ്പോൾ അങ്ങനെ ആ ഒരു രീതിയിൽ തിരുവിതാംകൂറിന്റെ ചരിത്രം ഒന്ന് പഠിക്കാനായിട്ട് ശ്രമിക്കുക കേട്ടോ. അല്ലാതെ എല്ലാ റൂളേഴ്സിനെയും പറ്റിയിട്ട് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കണമെന്ന് ഞാൻ പറയുന്നില്ല. ജസ്റ്റ് ഈ ഒരു രീതിയിലൊന്ന് സോർട്ട് ചെയ്ത് പഠിക്കാനായിട്ട് ശ്രമിക്കുക. അത് കുറച്ചും കൂടി യൂസ്ഫുൾ ആയിട്ട് തോന്നും. ഇനി നെക്സ്റ്റ് വൺ ആണ് പോർച്ചുഗീസുകാരാണ് കൊടുത്തിരിക്കുന്നത്. യൂറോപ്യന്മാർ, കേരളത്തിലേക്ക് വന്ന യൂറോപ്യന്മാരിൽ നമുക്ക് PSCയിൽ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളതിൽ ഏറ്റവും കൂടുതൽ ചോദിക്കുന്നത് ബ്രിട്ടീഷുകാരുടെ നമ്മളല്ലാതെ തന്നെ മേഖലയാണ്. അല്ലാതെ നമുക്ക് യൂറോപ്യന്മാരെ എടുക്കുമ്പോഴത്തേക്ക് നമ്മൾ പോർച്ചുഗീസുകാരുടെ ക്വസ്റ്റ്യൻസ് ആണ് പിന്നീട് കണ്ടുവരുന്നത്. അപ്പം മിനിമം പോർച്ചുഗീസ് പഠിക്കാൻ സമയമുള്ളവർ പോർച്ചുഗീസുകാരുടെ കാര്യങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് പോകാനായിട്ട് ശ്രമിക്കാം. നെക്സ്റ്റ് ജോഗ്രഫിയിലാണെങ്കിൽ ഉത്തരപർവ്വത മേഖലയാണ് കൊടുത്തിരിക്കുന്നത്. ഉപദ്വീപീയ പീഠഭൂമിയിൽ നിന്നും ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. കൂടുതലും ക്വസ്റ്റ്യൻസ് വരുന്നത് ഉത്തരപർവ്വത മേഖലയിൽ നിന്നുമാണ്. അപ്പം നന്നായിട്ട് തന്നെ അത് പഠിക്കുക. അതുപോലെ വിളകൾ വളരെ ചെറിയൊരു ടോപ്പിക്കാണ്.
പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരു മാർക്ക് കിട്ടുന്ന ഒരു ടോപ്പിക്കും കൂടിയാണ് വിളകൾ എന്ന് പറയുന്നത്. NW3 എന്ന് മാത്രമേ എഴുതിയിട്ടുള്ളൂ. കാരണം ഒരു 10 ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തു കഴിഞ്ഞാൽ അതിൽ 8 NW3നെ പറ്റിയിട്ട് ചോദിച്ചിട്ടുണ്ടായിരിക്കും. പിന്നെ ഉള്ളൂ ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത്. അപ്പം വാട്ടർ വേസ് എല്ലാം ഒന്ന് നോക്കി വെക്കുക. അതിൽ NW3 ആണ് എപ്പോഴും ചോദിക്കുന്നത് കേട്ടോ. ഇനി കേരളത്തിലെ വന്യജീവി സംരക്ഷണമായിട്ട് ബന്ധപ്പെട്ട് കേരളത്തിലെ നാഷണൽ പാർക്കുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളൊന്ന് പഠിച്ചു വെച്ചിരിക്കുക. പെക്യുലാരിറ്റീസ് പഠിച്ചാൽ മതി. അവിടുത്തെ ഏതാണ് സംരക്ഷണ മൃഗം, വലുത് ഏതാണ്, ചെറുത് ഏതാണ്, അങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രം ഒന്ന് നോക്കി വെച്ചിരിക്കുക. നെക്സ്റ്റ് എക്കണോമിക്സിൽ ബജറ്റാണ്. ബജറ്റ് പഠിച്ചിട്ടുള്ളവരൊന്ന് റിവൈസ് ചെയ്യുക കേട്ടോ. കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നും ലോക്സഭ, രാജ്യസഭ അവരെ പറ്റിയിട്ടുള്ള ബേസിക് കാര്യങ്ങളെല്ലാം നന്നായിട്ട് പഠിച്ചു വെച്ചിരിക്കുക. അതുപോലെ പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ്, ഗവർണർ, സ്പീക്കർ ഇത്രയും പേരെ കുറിച്ചിട്ട് ഒന്ന് നോക്കി വെച്ചിരിക്കുക. അവരുടെ ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ എങ്ങനെയൊക്കെയാണ്, വൈസ് പ്രസിഡന്റിന് ആരൊക്കെയാണോ ഉള്ളത്, അതുപോലെ പ്രസിഡന്റിനെ ആരൊക്കെയാണ് എലക്ട് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളെല്ലാം നന്നായിട്ട് തന്നെ പഠിച്ചു വെച്ചിരിക്കാനായിട്ട് ശ്രമിക്കുക. നെക്സ്റ്റ് വൺ മന്ത്രിസഭയാണ്. കേന്ദ്ര മന്ത്രിസഭയും സംസ്ഥാന മന്ത്രിസഭയും ഒന്ന് നോക്കി വെച്ചിരിക്കുക കേട്ടോ. നെക്സ്റ്റ് പിന്നെ ഉള്ളത് ഹൈക്കോടതി, സുപ്രീം കോടതിയിൽ ക്വസ്റ്റ്യൻ ചോദിക്കാൻ സാധ്യതയുള്ള മേഖല കൂടിയാണ്. അതുപോലെ മണി ബില്ല് ബേസ് ചെയ്തുള്ള ക്വസ്റ്റ്യൻസും വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇത്രയുമാണ് കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് നമ്മൾ പറയുന്നത്. നെക്സ്റ്റ് ഇമ്പോർട്ടൻ്റ് ആക്സിൽ പോക്സോ ആണ്. പോക്സോ ഇമ്പോർട്ടൻ്റ് ആണ്. ക്വസ്റ്റ്യൻ എന്തായാലും കാണുന്ന ഒരു മേഖലയാണ് പോക്സോ എന്ന് പറയുന്നത്. പിന്നെ സയൻസ് ആ ഒരു മേഖലയിൽ നിന്ന് SCRT തന്നെ നോക്കിയാൽ മതി. പിന്നെ കറണ്ട് അഫേഴ്സ് 2024 കറണ്ട് അഫേഴ്സ് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക കേട്ടോ. അപ്പം ഇത്രയുമാണ് നമ്മുടെ 25 ദിവസത്തെ സ്റ്റഡി പ്ലാനിനകത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പം നിങ്ങൾ ഈ ഒരു വീക്ക്ലി പ്ലാനായിട്ട് തന്നെ നിങ്ങൾ ഫോളോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു രീതിയിൽ നിങ്ങൾ ഫോളോ ചെയ്യാനായിട്ട് ശ്രമിക്കുക കേട്ടോ. ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു ടോപ്പിക്കുകൾ മാത്രം മതി എന്നുണ്ടെങ്കിൽ ടോപ്പിക്കുകൾ മാത്രമായിട്ട് അറേഞ്ച് ചെയ്ത് എഴുതിയിട്ടുണ്ട്. ഇതിൻ്റെ ഒരു PDF ഞാൻ ടെലഗ്രാം ചാനലിൽ പ്രൊവൈഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ അത് നോക്കിയിട്ട് പഠിക്കാനാണെങ്കിൽ അങ്ങനെയും പഠിക്കുക കേട്ടോ. അപ്പോൾ കറക്റ്റായിട്ട് തന്നെ പഠിച്ചു പോവുക. നമുക്ക് വളരെയധികം സമയം കുറവാണ്. അപ്പോൾ അസിസ്റ്റന്റ് സെയിൽസ്മാൻ എന്ന് പറയുന്ന പോസ്റ്റ് നിങ്ങൾക്ക് വേണം, നിങ്ങൾക്ക് ആ ഒരു ജോലി കിട്ടിയേ പറ്റുള്ളൂ എന്നുള്ളവർ ഇത്രയും മിനിമം ടോപ്പിക്കുകൾ എന്ത് ചെയ്യുക, നോക്കിയിട്ട് പോകാനായിട്ട് ശ്രമിക്കുക കേട്ടോ. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കുകൾ മാത്രമാണ് റീസെൻ്റ്ലി ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ നിന്ന് എടുത്തിട്ടുള്ള ടോപ്പിക്കുകൾ മാത്രമാണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. നമ്മുടെ സിലബസ് ഓറിയന്റഡ് ആയിട്ട് തന്നെയാണ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് വരുന്നത്. അപ്പം അത് റിലേറ്റ് ചെയ്തിട്ട് ഏറ്റവും കൂടുതൽ ചോദിച്ചിട്ടുള്ള മേഖലകളും ആ മേഖലകളിൽ നിന്നും എങ്ങനെയാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളതെന്നുമാണ് ഡീറ്റെയിൽ ചെയ്തിരിക്കുന്നത്. അപ്പം കറക്റ്റായിട്ട് തന്നെ പഠിച്ചു പോകാനായിട്ട് ശ്രമിക്കുക കേട്ടോ. അപ്പം നമുക്ക് അടുത്തൊരു ക്ലാസ്സിൽ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.